ഇന്ന് പ്രതിപക്ഷം റോജി എം ജോൺ ബാർ കോഴയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സഭയിൽ ഇപ്പോൾ റോജി എം ജോൺ സംസാരിക്കുകയാണ്. അത് കോഴപ്പണം എണ്ണാൻ സ്വന്തമായി യന്ത്രം വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന മാണി, ബഡ്ജറ്റ് വിറ്റ് കാശാക്കുന്ന മാണി, ഇത്രയും കൊള്ളരുതായ്മകൾ കൊണ്ട് മുഖം വികൃതമാക്കിയ മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. സർ, ഈ തരുണത്തിൽ അധ്യാത്മരാമായണത്തിലെ 4 വരികൾ ഇവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രസക്തമാണ്. നിത്യവും ചെയ്യുന്ന കർമ്മഫലം കർത്താവ് ഒഴിഞ്ഞു മറ്റന്യൻ പൂജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിട് എന്നേ വരൂ. സർ, എന്താണിപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ? ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. സർ, ബാർ ഉടമകൾക്ക് അനുകൂലമായി മദ്യനയം രൂപീകരിക്കുന്നതിന് കോഴ നൽകാനായി ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. വളരെ കൃത്യമായ ശബ്ദ സന്ദേശം. 2024 മെയ് 23 ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന നേതാവും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? മെയ് 23 എറണാകുളം റിനൈസൻസ് ഹോട്ടലിൽ വെച്ച് യോഗം നടക്കുകയാണ്. ആ യോഗ സ്ഥലത്ത് നിന്ന് യോഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സന്ദേശം അയക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ പുതിയ മദ്യനയം വരുന്നതാണ്. അതിനകത്ത് 1-ാം തീയതി ഡ്രൈഡേ എടുത്ത് കളയുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നത് ഒരു ബാർ മുതലാളിയാണ്. സർ, അവിടെ കൊണ്ട് തീർന്നില്ല. ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കണം. ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു ഹോട്ടൽ മാത്രമാണ് 2.5 ലക്ഷം നൽകിയത്. വലിയൊരു ഗ്രൂപ്പ് 4 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കണക്ക് പ്രസിഡന്റ് ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു. വളരെ വിശദമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷനായി സ്റ്റേറ്റിൽ നിന്നും കിട്ടിയത്. 1/3 ഓൾറെഡി പിരിച്ചെടുത്തു കഴിഞ്ഞു. പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല. 2.5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക. പണ്ടത്തെ അവസ്ഥ വന്നാൽ ഇനി നമ്മൾ എല്ലാവരും അതിനെപ്പറ്റി ചിന്തിക്കണം. സർ, അവിടെ കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. ഏറ്റവും പ്രസക്തമായ ഭാഗം, ഇലക്ഷൻ കഴിഞ്ഞ് ഒരു പാർട്ടിയും പൈസ സാധാരണ നിലയിൽ മേടിക്കുന്നതല്ല. എന്നിട്ടും അതിനുള്ള ഓപ്ഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് സർ? ഇലക്ഷൻ കഴിഞ്ഞ് സാധാരണ പണം മേടിക്കുന്നതല്ല, പക്ഷെ എന്നിട്ടും അത് കൊടുക്കാനുള്ള സംവിധാനം, അതിനുള്ള ഓപ്ഷൻ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹി വളരെ വിശദമായി അദ്ദേഹത്തിന്റെ വോയിസ് സന്ദേശം മറ്റ് അംഗങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് പോവുകയാണ്. സർ, അപ്പോ ഇവിടെ ആരുണ്ടാക്കി? അവിടെ പറയുന്ന ആ ഓപ്ഷൻ ആരുണ്ടാക്കി? എന്താണ് ആ ഓപ്ഷൻ? ആ ഓപ്ഷൻ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമില്ലേ? ഏതാണ് അതിന്റെ പുറത്തിലുള്ള കറുത്ത കാര്യങ്ങൾ എന്നുള്ള അറിയാനുള്ള അവകാശം ഈ നാട്ടിലെ ജനങ്ങൾക്കില്ലേ? സർ, ഇതേ തുടർന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ MP രാജേഷ് അദ്ദേഹം ഒരു പരാതി ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. ക്രൈംബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ, DGPക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം പൂർത്തീകരിക്കാൻ പോവാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സർ, പരാതി കൊടുത്തതിന് ശേഷം ഇവിടെ പരാതിയിൽ എന്താണ് അന്വേഷിക്കുന്നത്? സർ, പരാതിയിൽ അന്വേഷിക്കുന്നത് ഈ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തു വന്നു എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അല്ലാതെ സർ, ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തു വന്നു എന്നാണ് ഇവിടെ അന്വേഷിക്കുന്നത്. അല്ലാതെ ഇവിടെ കോഴ നൽകാനായി പിരിച്ചെടുത്ത പണം അത് ബാർ ഉടമകളുടെ അസോസിയേഷന്റെ രജിസ്റ്ററിലുണ്ടോ? പരിശോധിച്ചിട്ടുണ്ടോ? ആ രജിസ്റ്റർ കസ്റ്റഡിയിൽ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടോ? സർ, ബന്ധപ്പെട്ടവരെ ആരെയെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും ബന്ധപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചിട്ടുണ്ടോ? സർ, എല്ലാ തെളിവുകളും ഇവിടെയുണ്ട്. അതായത് പണപ്പിരിവ് നടന്നു എന്ന്, 1/3 പിരിവ് നടന്നുവെന്ന് ഒരാൾ കൃത്യമായിട്ട് പറയുന്നു. പല ആളുകളോടും സംസാരിക്കുമ്പോൾ ഈ പിരിവ് നടത്താൻ ഉപയോഗിച്ച മാർഗങ്ങളും അതിനുവേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ നാട്ടിൽ പാട്ടാണ്. പക്ഷെ ഇതൊക്കെ നടന്നിരിക്കെ എന്തുകൊണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം ഒരു FIR ഇട്ട് കേസെടുക്കാനായിട്ട് ഈ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. സർ, എന്റെ ടൈം എനിക്ക് ഡിജിറ്റൽ എറർ ഉണ്ട്. 5 മിനിറ്റായി. സർ, ടൈം കാണുന്നില്ല. ടൈം കിട്ടുന്നില്ല. 5 മിനിറ്റ് കഴിഞ്ഞു. പറഞ്ഞോ. സർ, അഴിമതി നടന്നിട്ടില്ല എന്നാണ് സർക്കാർ പറയുന്നത്. സർ, എങ്ങനെ പറയാൻ സാധിക്കും? സർ, ഒരു അഴിമതിയുടെ സുപ്രധാന ഘടകം എന്ന് പറയുന്നത് ക്വിഡ് പ്രോക്വോ ആണ്. അതായത് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഒരു ബാറിൽ നിന്നും 2.5 ലക്ഷം രൂപ വീതം പിരിച്ചെടുക്കണം എന്ന് വളരെ കൃത്യമായി പറയുന്നു. 1/3 ലഭിച്ചു എന്ന് പറയുന്നു. ഇത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണമെന്ന് പറയുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ആർക്ക് കൊടുക്കണമെന്ന് പോലും പറയാത്ത ഒരു സന്ദേശത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന്.
സർ ആർക്ക് കൊടുക്കണമെന്നാണ് ഇന്ന് ഇത് പറഞ്ഞതെന്ന് മനസ്സിലാകാത്തത് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് മാത്രമാണ്. ഇത് ഞങ്ങൾക്ക് ആർക്കെങ്കിലും തരാൻ വേണ്ടിയിട്ടാണോ? സർ ഇത് ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിരിവ് നടത്തിയതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. സർ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സർ, ഇവിടെ എന്തുകൊണ്ട് സർ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഉണ്ട്, അഴിമതി നിരോധന നിയമം. ആ അഴിമതി നിരോധന നിയമത്തിന്റെ സെക്ഷൻ 12 അനുസരിച്ചിട്ട്, അതായത് അഴിമതിക്ക് വേണ്ടിയിട്ടുള്ള അബറ്റ്മെന്റും വളരെ കുറ്റകരമാണ്, ശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റമാണ്. എന്താണ് പറയുന്നത്? സെക്ഷൻ 12, whoever abets any offence punishable under this act, whether or not that offence is committed in consequence of that abatement, shall be punishable with imprisonment for a term which shall be not less than 3 years, but which may extend to 7 years and shall also be liable to fine. എന്ന് പറഞ്ഞാൽ ഒരഴിമതിക്ക് പ്രേരകമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ആ അഴിമതി നടന്നോ ഇല്ലയോ അതിന് പ്രേരകമായിട്ടുള്ള ഇടപെടൽ പോലും കുറ്റകരമാണ് എന്ന് അഴിമതി നിരോധന നിയമപ്രകാരം പറയുമ്പോൾ, വളരെ വ്യക്തമായി പറയുമ്പോൾ, അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തുവാൻ, ഇതിന്റെ അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്തുവാനായിട്ട് ഈ സർക്കാർ തയ്യാറാവാതെ ഈ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തുപോയി, ഈ ശബ്ദ സന്ദേശം എങ്ങനെ സർക്കാരിന് മാനക്കേടുണ്ടാക്കി, അതിനകത്ത് ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ് ഈ സർക്കാർ അന്വേഷിക്കുന്നത്, പോലീസ് അന്വേഷിക്കുന്നത് പറയുമ്പോൾ, ഇതിന്റെ അഴിമതിയിലേക്ക് ഈ അന്വേഷണം കൺതുറക്കില്ല, ഈ അന്വേഷണം എങ്ങും എത്തിച്ചെല്ലില്ല എന്നുള്ള കാര്യം വളരെ സുവ്യക്തമായിരിക്കുകയാണ് സർ.